പ്രിയമുള്ളവരെ, ഡിസംബർ മാസം 1-ാം തീയതി അല്ല ശരിക്കും നമ്മൾ ആഗമന കാലഘട്ടം ആരംഭിക്കുന്നത്. ക്രിസ്തുമസ് എന്നാണോ അതിന് മുമ്പായി 4 ഞായറാഴ്ചകളിൽ നാം ഒരുങ്ങണം. പുഷ്പത്തിൻ്റെ ഒരു ചക്രം മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിന് മുകളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഓരോ വിശ്വാസിയും ഉള്ളിൽ പറയാതെ പറയുന്ന ഒരു സത്യം ഇങ്ങനെയാണ്: 4 തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു പുഷ്പചക്രമാണ്. ഈ 4 തിരികളുടെ നിറം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇത് വെള്ള നിറത്തിലായിരിക്കും നിങ്ങൾ കാണുന്നത്, പക്ഷേ ശരിക്കും ഇതിൻ്റെ നിറം റോസ് കളറാണ്. വീടുകളിൽ തിരുഹൃദയത്തിൻ്റെ മുമ്പിലും ചിലപ്പോൾ ഭക്ഷണമേശയ്ക്ക് മുകളിലുമൊക്കെ ഇത് ഒരുക്കി വയ്ക്കാറുണ്ട്. ആ തിരിയുടെ പേരാണ് പ്രൊഫസി കാൻഡിൽ. ഈ തിരി കത്തിക്കുന്ന ഞായറാഴ്ചയ്ക്ക് നാം കൊടുക്കുന്ന പേര് ഈ പിങ്ക് നിറം അല്ലെങ്കിൽ റോസ് കളർ. 2 ദിവസങ്ങളിൽ മാത്രമേ ഈ ഒരു നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ വൈദികർക്ക് അനുവാദം നൽകിയിട്ടുള്ളത്. സ്നേഹത്തിൻ്റെ ഞായറാഴ്ച അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ തിരി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഈ 4 തിരികൾ കത്തിച്ച് നാം ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങുകയാണ്. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പുതുവർഷത്തിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കാം. ഈ നവംബർ മാസം അവസാനത്തിൽ എന്തുകൊണ്ട് ഒരു പുതുവർഷ ആശംസ എന്നൊരു ചിന്ത ഉള്ളിലുണ്ടാകും. അതിന് ആദ്യമേ തന്നെ ഒരു മറുപടി നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാം. സാധാരണ ആഘോഷിക്കാറുള്ള ഒരു പുതുവർഷ ആശംസയല്ല ഞാൻ നൽകിയത്, മറിച്ച് ആഗോള കത്തോലിക്ക സഭയുടെ ആരാധന ക്രമ വർഷത്തിലെ ഒരു പുതുവർഷ ആശംസയാണ് ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തോടെ ആശംസിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ ക്രിസ്തുരാജൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഞായറാഴ്ചയാണ് ആരാധന ക്രമവർഷത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച. അങ്ങനെയെങ്കിൽ ആ അവസാനത്തെ ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ആരാധന ക്രമവർഷത്തിലെ ആദ്യ ഞായറാഴ്ച. ഈ ആദ്യ ഞായറാഴ്ചയ്ക്ക് ആഗോള കത്തോലിക്ക സഭ നൽകുന്ന വേറൊരു പേരാണ് ആഗമന കാലത്തിലെ ആദ്യ ഞായറാഴ്ച. അങ്ങനെയെങ്കിൽ ആഗമന കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ ആരാധന ക്രമവർഷത്തിലെ ഒരു പുതുവർഷത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആ പുതുവർഷത്തിൻ്റെ ആശംസയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹത്തോടെ ഞാൻ നൽകിയത്. പ്രിയമുള്ളവരെ, ഓരോ പുതുവർഷത്തിലും ആഗോള കത്തോലിക്ക സഭ വിശ്വാസികളായ നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ആഡ്വെന്റ് റീത്ത്, ആഗമനകാല പുഷ്പചക്രം. റീത്ത് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താണ് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ അത് മരണവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളുമാണ്. ഒരിക്കലിങ്ങനെ ആഡ്വെന്റ് റീത്ത് ഇടവകയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അച്ഛാ, ഈ ആഡ്വെന്റ് റീത്ത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുമസിനേക്കാളും നല്ലത് ദുഃഖവെള്ളിയാഴ്ച ശരിയാക്കുന്നതല്ലേ? അതേ പ്രിയമുള്ളവരെ, ഈ റീത്ത് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്ക് വരുന്നത് മരണപ്പെട്ടവരുടെ ചിന്തയാണ്. ഒരു വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോൾ അവളുടെ ശവശരീരത്തിൻ്റെ മുകളിലേക്ക് ഈ റീത്ത് സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ പറയാതെ പറയുന്ന ഒരു സത്യമുണ്ട്. ഈ റീത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, വളയത്തിന് അറ്റമില്ല എന്ന് പറയുന്നത് വളയത്തിന് അവസാനമില്ല എന്നുള്ളതാണ്. അപ്പോൾ വളയത്തിൽ ഒരുക്കിയ പുഷ്പത്തിൻ്റെ ഒരു ചക്രം മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിന് മുകളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഓരോ വിശ്വാസിയും ഉള്ളിൽ പറയാതെ പറയുന്ന ഒരു സത്യം ഇങ്ങനെയാണ്: ഇവൾ അവസാനമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വാസത്തോടുകൂടെ പ്രഘോഷിക്കുകയാണ്. പലപ്പോഴും അത് നാം ചിന്തിക്കാറില്ല, അത് നാം പ്രഖ്യാപിക്കാറില്ല. പ്രിയമുള്ളവരെ, ഓർക്കണം, ഒരു റീത്ത് ഒരു ശവശരീരത്തിൻ്റെ മുകളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ അടിവരയിട്ട് പറയുന്നൊരു കാര്യം: ഈ വ്യക്തിയുടെ ആത്മാവ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവൻ ഒരിക്കലും അവസാനിക്കുന്നില്ല, അതെന്നെന്നും ജീവിക്കുന്ന ഒരു സത്യമാണെന്ന്. ആ ഒരു പശ്ചാത്തലത്തിൽ റീത്തിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ആഗമന കാലഘട്ടത്തിൽ ഈ ആഡ്വെന്റ് റീത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സഭ നമ്മോട് പറയുന്നത് 3 വരവിനെ പറ്റിയാണ്. 3 വരവിനെ പറ്റി എന്ന് പറയുമ്പോൾ ഒരു വരവ് ഇതിനകം വന്നു കഴിഞ്ഞു, അത് ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോൾ സംഭവിക്കേണ്ട ഒരു വരവുണ്ട്, അത് ക്രിസ്തുവിൻ്റെ വരവ് തന്നെയാണ്. അത് ഈ ഹൃദയത്തിലേക്കാണ്. ഇനി സംഭവിക്കാനുള്ള ഒരു വരവിനെയും നാം ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവാണ്. ചുരുക്കി പറഞ്ഞാൽ ഭാവി, വർത്തമാന, ഭൂത കാലഘട്ടങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിന് പുതിയൊരു അർത്ഥതലം നൽകി ആഘോഷിക്കുവാൻ
ഈ ആഡ്വെൻറ്റ് റീത്ത് നൽകിക്കൊണ്ട് സഭ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കാം. പ്രിയമുള്ളവരെ, ഈ ആഡ്വെൻറ്റ് റീത്തിൽ 4 തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു പുഷ്പചക്രമാണ്. ഏകദേശം ഇതുപോലെ ഇരിക്കും. ഈ പുഷ്പചക്രത്തിൽ നമ്മൾ 4 തിരികളാണ് കത്തിക്കാറുള്ളത്. ഈ 4 തിരികളുടെ നിറം എന്ന് പറയുന്നത് 3 തിരികൾക്ക് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് നിറവും 1 തിരിക്ക് പിങ്ക് റോസ് നിറവുമാണ് ഉള്ളത്. ചിലപ്പോൾ ഇത് വെള്ള നിറത്തിലായിരിക്കും നിങ്ങൾ കാണുന്നത്, പക്ഷേ ശരിക്കും ഇതിൻ്റെ നിറം റോസ് കളറാണ്. പ്രിയമുള്ളവരെ, ഈ ആഗമന കാലഘട്ടത്തിലെ 4 ഞായറാഴ്ചകളിലാണ് ഈ 4 തിരികൾ കത്തിക്കുന്നത്. ദൈവാലയത്തിലെ അൾത്താരയ്ക്ക് മുമ്പിലും, ചിലപ്പോൾ വായനാ പീഠത്തിൻ്റെ മുമ്പിലും, വീടുകളിൽ തിരുഹൃദയത്തിൻ്റെ മുമ്പിലും, ചിലപ്പോൾ ഭക്ഷണമേശയ്ക്ക് മുകളിലുമൊക്കെ ഇത് ഒരുക്കി വയ്ക്കാറുണ്ട്. ഈ 4 തിരികൾക്ക് 4 പേരുകളാണുള്ളത്. ആദ്യത്തെ തിരി നാം കത്തിക്കുമ്പോൾ അതിൻ്റെ നിറം പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് നിറമാണ്. ആ തിരിയുടെ പേരാണ് പ്രൊഫസി കാൻഡിൽ അല്ലെങ്കിൽ പ്രവാചക തിരി. ഈ തിരി കത്തിക്കുന്ന ഞായറാഴ്ചയെ പ്രത്യാശയുടെ ഞായർ അല്ലെങ്കിൽ പ്രത്യാശയുടെ വെളിച്ചം എന്നൊക്കെ പറയാറുണ്ട്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ഈശോമിശിഹായുടെ വരവിനു വേണ്ടി ഈ പ്രവാചകർ കാത്തിരുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ പ്രവാചക വെളിച്ചം അല്ലെങ്കിൽ പ്രത്യാശയുടെ വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഞായറാഴ്ച കത്തിച്ച് നാം പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത്. രണ്ടാമത്തെ ഞായറാഴ്ചയും നാം കത്തിക്കുന്ന തിരിയുടെ നിറം എന്ന് പറയുന്നത് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് എന്നാണ്. ഈ തിരിയെ നാം വിളിക്കുന്നത് ബെത്ലഹേം കാൻഡിൽ എന്നാണ്. ഈ തിരി കത്തിക്കുന്ന ഞായറാഴ്ചയ്ക്ക് നാം കൊടുക്കുന്ന പേര് സമാധാനത്തിൻ്റെ ഞായറാഴ്ച അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വെളിച്ചം എന്നൊക്കെ നാം ഇതിനെ പറയാറുണ്ട്. ബെത്ലഹേം അല്ലെ, അപ്പത്തിൻ്റെ നാട്. ബെത്ലഹേമിലാണ് ക്രിസ്തു പിറന്നത്. ആ പിറവിയുടെ ഓർമ്മ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നാം ഇതിനെ ബെത്ലഹേം കാൻഡിൽ, ബെത്ലഹേം തിരി എന്ന് നാം വിളിക്കാറുണ്ട്. മൂന്നാമത്തെ തിരി, അത് 2 പർപ്പിൾ കഴിഞ്ഞാൽ മൂന്നാമത്തത് നമ്മൾ റോസ് നിറത്തിലുള്ള അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള തിരിയാണ് കത്തിക്കുന്നത്. ഈ പിങ്ക് നിറത്തിലുള്ള തിരിക്ക് നാം കൊടുത്തിട്ടുള്ള പേരാണ് സന്തോഷത്തിൻ്റെ തിരി അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഞായറാഴ്ച എന്ന് നാം വിളിക്കാറുണ്ട്. അതിനെ ഗൗദാത്തെ സൺഡേ എന്ന് കൂടെ വിളിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇതിനോടുകൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. ഈ പിങ്ക് നിറം അല്ലെങ്കിൽ റോസ് കളർ ആരാധന ക്രമ വർഷത്തിലെ 2 ദിവസങ്ങളിൽ മാത്രമേ ഈ ഒരു നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ ആഗോള കത്തോലിക്ക സഭ വൈദികർക്ക് അനുവാദം നൽകിയിട്ടുള്ളത്. അത് ആഗമന കാലഘട്ടത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയിലും തപസ് കാലഘട്ടത്തിലെ 4-ാമത്തെ ഞായറാഴ്ചകളിലും. ഇതൊരു സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. സന്തോഷത്തിൻ്റെ പ്രതീകം എന്ന് പറയുമ്പോൾ ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലൂടെ നീ കടന്നു പോരുമ്പോൾ പകുതി അവസാനിപ്പിച്ചു, ഇനി പകുതി കൂടെയോ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ നിറം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഈ തിരിക്ക് നമ്മൾ ഇടയ വെളിച്ചം എന്ന് പറയാറുണ്ട്. ഇടയ വെളിച്ചം, ഷെപ്പേർഡ് കാൻഡിൽ. പ്രിയമുള്ളവരെ, 4-ാമത്തെ ഞായറാഴ്ചയും നാം കത്തിക്കുന്നത് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലുള്ള തിരിയാണ്. ആ തിരിയുടെ പേരാണ് മാലാഖ വെളിച്ചം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഞായറാഴ്ച അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ തിരി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അങ്ങനെ ആഗമന കാലഘട്ടത്തിലെ 4 ഞായറാഴ്ചകളിൽ 4 തരത്തിലുള്ള തിരികൾ കത്തിച്ചുകൊണ്ട് പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമായി ഈ 4 തിരികൾ കത്തിച്ച് നാം ക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങുകയാണ്. ആഗമന കാലഘട്ടത്തെ 4 ഞായറാഴ്ചകളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു സംശയം വന്നേക്കാം, അച്ഛാ, ആഗമന കാലഘട്ടം അല്ലെങ്കിൽ ക്രിസ്തുമസിന് ഒരുക്കമായുള്ള നോമ്പ് കാലഘട്ടം ആരംഭിക്കുന്നത് ഡിസംബർ മാസം 1-ാം തീയതി അല്ലേ? പ്രിയമുള്ളവരെ, ഡിസംബർ മാസം 1-ാം തീയതി അല്ല ശരിക്കും നമ്മൾ ആഗമന കാലഘട്ടം ആരംഭിക്കുന്നത്. ആഗമന കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുമസ് എന്നാണോ അതിനു മുമ്പ് 4 ഞായറാഴ്ചകളിൽ നാം പ്രത്യേകമായി ഈ തിരികൾ കത്തിച്ച് ഒരുങ്ങും. അങ്ങനെ 4 ഞായറാഴ്ചകൾ നമുക്ക് വേണം. ഈ ക്രിസ്തുമസ് ഞായറാഴ്ചയാണ് വരുന്നതെങ്കിൽ ആഗമന കാലഘട്ടം ഒരല്പം ദൈർഘ്യമുള്ളതായിരിക്കും. നവംബർ 27-ാം തീയതി ആയിരിക്കും ആഗമന കാലഘട്ടത്തിലെ ആദ്യത്തെ ഞായറാഴ്ച. ക്രിസ്തുമസ് തിങ്കളാഴ്ചയാണ് എങ്കിൽ ആഗമന കാലഘട്ടം ഒരല്പം ചെറുതായിരിക്കും.
ഡിസംബർ മാസം 3-ാം തീയതി ആയിരിക്കും ആഗമന കാലഘട്ടത്തിലെ ആദ്യത്തെ ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആഗമന കാലഘട്ടം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് ക്രിസ്തുമസ് എന്നാണോ അതിന് മുമ്പായി 4 ഞായറാഴ്ചകളിൽ നാം ഒരുങ്ങണം. അങ്ങനെ 4 ഞായറാഴ്ചകൾ നാം പ്രത്യേകമായി ഒരുങ്ങി ക്രിസ്തുമസിന് നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് ആഗമന കാലഘട്ടം, അല്ലെങ്കിൽ ആഡ്വെൻറ്റ് സീസൺ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ചിലയിടങ്ങളിൽ ഇതിന് നടുവിലായി ഒരു വെളുത്ത തിരി കൂടെ കത്തിക്കാറുണ്ട്. ഈ വെളുത്ത തിരിക്ക് പേര് ക്രിസ്തു വെളിച്ചം എന്നാണ് പറയുന്നത്. ഈ ആഡ്വെൻറ്റ് റീത്ത് 4 തിരികൾ ചുറ്റും നടുവിലായി ക്രിസ്തുവാകുന്ന വെള്ള വെളിച്ചം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഇത് പറയാതെ പറയുന്ന ഒരു സത്യമുണ്ട്: നമ്മളുടെ ജീവിതത്തിന് ഒരിക്കലും അവസാനമില്ല. നമ്മളുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി എന്നും നിലനിൽക്കുന്ന ഒരു ജീവിതം ആസ്വദിക്കാൻ നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു, വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിളി, ഈ ക്ഷണം സ്വീകരിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മെ ഓരോരുത്തരെയും ഈ ആഗമന കാലഘട്ടത്തിലൂടെ സഭ ഈ ഒരു ഒരുക്കത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് നന്നായി ഒരുങ്ങി ക്രിസ്തു വെളിച്ചത്തെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും നല്ല ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടം ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതുവർഷാശംസകൾ ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ നേരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.